ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയോട് കട്ടയ്ക്ക് സംസാരിക്കുകയാണ് ശ്രുതി. അവൾ പറയുന്നുണ്ട്, കാർ ഓടിക്കുന്നത് പോലെ തന്നെ ഈ ലോകത്തിലുള്ള എല്ലാ ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. പിന്നെ നിന്നിട്ട് ജോലി ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ ചെയ്തു നോക്കിയാലേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പം ചന്ദ്രയും സപ്പോർട്ട് ചെയ്യാണ്. അതെങ്ങനെയാണ് മോളെ ഇവന് പറഞ്ഞാൽ മനസ്സിലാവുക? ഇവൻ വിചാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജോലി കാർ ഓടിക്കലാണെന്നാ. അപ്പം രവി പറയുന്നുണ്ട്, എന്താ ചന്ദ്ര നീ അങ്ങനെ പറയുന്നത്? കാർ ഓടിക്കലും അതിൻ്റേതായ ബുദ്ധിമുട്ടുള്ള ജോലി തന്നെയാണ്. ഓ പിന്നെ കാർ ഓടിക്കുന്നൊരു ജോലി ചന്ദ്ര വിട്ടുകൊടുക്കുന്നേ ഇല്ല. അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഞാനൊരു 2 പൂരി കഴിച്ചോട്ടെ. പക്ഷെ ശ്രുതി സമ്മതിക്കുന്നില്ല. വേണ്ട, കഴിക്കണ്ട, ഞാൻ ശ്രുതിക്ക് ജ്യൂസ് ഉണ്ടാക്കിത്തരാം, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ഞാൻ ശ്രുതിക്ക് ABC ജ്യൂസ് ഉണ്ടാക്കിത്തരാം. ശ്രുതി പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്. അപ്പം സച്ചിയും രേവതിയൊക്കെ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. സച്ചി പറയുന്നുണ്ട്, ABCD ഒക്കെ മുമ്പ് പഠിച്ചിരുന്നു, ആ പേരിൽ ജ്യൂസോ? രേവതി, എന്താ ഈ ABC ജ്യൂസ്? സച്ചി അവളോട് ചോദിക്കുകയാണ്. എനിക്കറിയില്ല, രേവതിക്കും അറിയില്ലായിരുന്നു. അപ്പം ചന്ദ്ര കളിയാക്കുന്നുണ്ട്, അതൊക്കെ വലിയ പഠിപ്പുള്ളവർക്കേ അറിയൂ. ABC ആകെ 3 അക്ഷരം, അതറിയാൻ വലിയ പഠിപ്പൊന്നും വേണ്ട ഡോക്ടറെ. സച്ചി കളിയാക്കുന്നുണ്ട്. അപ്പം രവി ഡയറക്റ്റായിട്ട് ശ്രുതിയോട് തന്നെ ചോദിക്കുകയാണ്, അതെന്താ മോൾ ഈ ABC ജ്യൂസ്? ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും ചേർത്ത് തയ്യാറാക്കുന്ന ജ്യൂസാ. ശ്രുതി പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്. ശരീരത്തിന് നല്ലതാ. അപ്പം രവി ചിരിക്കുകയാണ്. അപ്പം സച്ചിയും കളിയാക്കുന്നുണ്ട്, ഓഹോ ഇതിനാണോ ഇത്രയും വലിയ ബിൽഡപ്പ് കൊടുത്തേ? അപ്പം ശ്രുതി പറയാണ്, ശ്രുതി എഴുന്നേക്ക്, ഞാൻ ABC ജ്യൂസ് ഉണ്ടാക്കിത്തരാം. അപ്പം ശ്രുതി ചിരിച്ചുകൊണ്ട് അവളുടെ മുന്നിൽ നിന്നിട്ട് തലതാഴ്ത്തിയിട്ട് വിചാരിക്കുകയാണ്, പൂരി പോയി കിട്ടി. ശ്രുതിയുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ സച്ചിയും രവിയും ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ചന്ദ്ര ശ്രുതിയെ സപ്പോർട്ട് ചെയ്യാണ്. ശ്രുതി, മോള് പറഞ്ഞത് ശരിയാ, ശരീരത്തിന് ദോഷം ഉണ്ടാക്കുന്ന ഫുഡൊന്നും കഴിക്കണ്ട. എനിക്കും എടുത്ത ഒരു ABC ജ്യൂസ്. ശ്രുതി പുഞ്ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോവാണ്. അപ്പോൾ രവി ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്ക് പൂരി വേണ്ടേ? എനിക്കെങ്ങും വേണ്ട, പൂരി കഴിച്ചാലേ അസിഡിറ്റി വരും. അതേതായാലും നന്നായി. മോളെ രേവതി, ഇവക്ക് കഴിക്കാനുള്ള പൂരി കൂടി ഇങ്ങോട്ടെടുത്തോ. അച്ഛനെ നല്ല വിശപ്പുണ്ട്. അപ്പോൾ രേവതി കാസറോൾ എടുത്തപ്പോൾ അച്ഛമ്മയും വീണ്ടും പൂരിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് എത്തിയിട്ട് ഒന്നിട്ട് കൊടുത്തപ്പോൾ വീണ്ടും അയാൾ പറയാണ്, ഒന്നുകൂടെ കേട്ടോ, നല്ല വിശപ്പുണ്ട്. ചന്ദ്രയും ശ്രുതിയും മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്, പൂരി തിന്നാൻ പറ്റാത്തതിൽ ആ ഒരു നിരാശയിൽ. അതേസമയം ശ്രുതി അടുക്കളയിൽ ABC ജ്യൂസ് തയ്യാറാക്കുന്ന തിരക്കിലാണ്. അത് നോക്കിക്കൊണ്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളാണെങ്കിൽ അവനെ നോക്കി പ്രണയത്തോടെ പുഞ്ചിരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട്, മേ ഐ ഹെൽപ്പ് യു? ഒന്നും വേണ്ട, ശ്രുതി അവിടെ ഇരുന്നാൽ മതി. ഒരു 2 മിനിറ്റ്, ഞാൻ ഇപ്പം ജ്യൂസ് ഉണ്ടാക്കിത്തരാം. ഇത് കുടിച്ചാലേ നല്ല എനർജറ്റിക് ആവും. അതേസമയം അച്ഛമ്മ അടുക്കളയിലേക്ക് കണ്ടു നോക്കിക്കൊണ്ട് രവിയോട് ചോദിക്കുന്നുണ്ട്, രവി വന്ന് കയറിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും അവൾ ഈ വീട്ടിൽ 2 അടുക്കള ഉണ്ടാക്കുമോ? അപ്പം രവി പറയുന്നുണ്ട്, അത് വിടമ്മേ, എന്തായാലും അവൾ പൂരി കഴിക്കില്ലെന്നല്ലേ പറഞ്ഞത്, അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ ഉണ്ടാക്കി കഴിച്ചോട്ടെ. അങ്ങനെ ശ്രുതിയുടെ ജ്യൂസൊക്കെ അടിച്ച് കഴിഞ്ഞ് കൊതിയോടുകൂടി ശ്രുതി വെയിറ്റ് ചെയ്യാണ്. അപ്പോഴേക്കും 3 ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് ശ്രുതി കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ ശ്രുതി പറയാ, ഇത് കൊള്ളാലോ. ആഹാ, കുടിച്ചു കഴിഞ്ഞിട്ടല്ലേ കൊള്ളാലോ കൊള്ളാമോ എന്നൊക്കെ പറയേണ്ടത്, അല്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്രയും വരാണ്. ആൻറ്റി ജ്യൂസ് റെഡി, കുടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് അവർക്ക് നീട്ടുകയാണ്. അപ്പോൾ ചന്ദ്ര അത് എടുത്തിട്ട് പറയുന്നുണ്ട്, നമുക്ക് അവരുടെ മുന്നിൽ പോയി നിന്ന് കുടിക്കാം, അവരിതുവരെ ABC ജ്യൂസ് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെ 3 പേരും ജ്യൂസ് ഗ്ലാസ് എടുത്തിട്ട് ഡൈനിങ് ടേബിളിലേക്ക് വരികയാണ്. അപ്പോഴേക്കും അച്ചമ്മയും അതുപോലെ രവിയും സച്ചിയും ഒക്കെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്ര പൊങ്ങച്ചം തുടങ്ങുകയാണ്, ABCD ജ്യൂസ് ഇതുവരെ കാണാത്ത ചില കുഗ്രാമവാസികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, അവർക്ക് വേണമെങ്കിൽ ഒരു നോക്ക് കാണാം. അപ്പോഴേക്ക് ശ്രുതി ശബ്ദം താഴ്ത്തി പറയാണ്, ആൻറ്റി ABCD ജ്യൂസ് അല്ല, ABC ജ്യൂസ്. അത് തന്നെ, ചമ്മന് മറച്ചു പിടിച്ചുകൊണ്ട് ചന്ദ്ര പറയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, കുടിക്കാൻറ്റി. അങ്ങനെ 3 പേരും കൂടി ജ്യൂസ് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ ശ്രുതിക്കും ചന്ദ്രയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവരുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ചന്ദ്ര ശരിക്കും വെട്ടിലായ അവസ്ഥയിലാണ്, വായിൽ വെച്ചിട്ട് ഇറക്കാനും വയ്യ തുപ്പാനും വയ്യാത്ത അവസ്ഥയിൽ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ആൻറ്റി, കൊള്ളാമോ? കൊള്ളാം, മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ സച്ചിക്കും രവിക്കൊക്കെ ചിരി വരുന്നുണ്ടായിരുന്നു ചന്ദ്രയുടെ അവസ്ഥ കണ്ടിട്ട്. ശ്രുതിയോട് ചോദിക്കുന്ന സമയത്ത് ശ്രുതിയും കഷ്ടകാലത്തോടെ പറയാണ്, പിന്നെ എക്സലൻറ്റ്. അവർ 2 പേരും പെട്ടു എന്നുള്ളത് ബാക്കിയുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. സച്ചിയും രവിയും ചിരിക്കുകയാണ്. മാത്രമല്ല സച്ചി രേവതിയോട് പറയുന്നുണ്ട്, രേവതി പൂരിയും മസാലയും സൂപ്പർ, 3 നേരം കഴിക്കാൻ തോന്നും. ഈ ഒരു കാര്യത്തിൽ മത്സരം വെച്ചാലേ നിനക്കായിരിക്കും 1ാം സ്ഥാനം. അത് ഉറപ്പല്ലേ? അച്ചമ്മയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രവിയും പറയാണ്, ഇതൊക്കെ കഴിക്കാനും വേണം ഒരു ഭാഗ്യം. എന്തായാലും തോറ്റു കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചിട്ട് സച്ചിക്ക് മുന്നിൽ നിന്നിട്ട് ചന്ദ്രയും ശ്രുതിയും ഒറ്റ വലിക്ക് കുടിക്കുകയാണ് ജ്യൂസ്. അത് കണ്ടിട്ട് തന്നെ സച്ചി കളിയാക്കുകയാണ്. രുചിയുള്ള ഭക്ഷണം വേണ്ടാന്ന് വെച്ചിട്ട് മാട് കലക്കവെള്ളം കുടിക്കുന്നത് പോലെ വലിച്ച് വലിച്ച് കുടിക്കുന്നത് കാണുന്നില്ലേ? ചന്ദ്രയാണെങ്കിൽ കുടിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ശ്രുതിയെ നോക്കിയിട്ട് ആകെ കൂടെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. അത് മനസ്സിലായിട്ടെന്നോണം സച്ചി വിളിക്കുന്നുണ്ട്, രേവതിയേ ഒന്നിങ്ങ് വന്നേ. എന്തോ? പൂരി മസാല അത്യുഗ്രൻ,
അപ്പോഴേക്കും രേവതി അടുക്കളയിലേക്ക് പോവാണ്. വെറുതെ ഇവരെ ചൊടിപ്പിക്കുകയാണ്. കഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. സച്ചി അങ്ങോട്ടേക്ക് പോയപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട് ചന്ദ്രയോട്, സച്ചിക്ക് രേവതി വലിയ ഇഷ്ടമാണല്ലേ, അവളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ചന്ദ്ര പുച്ഛത്തോടെ പറയാണ്, എന്തിഷ്ടം, മോള് ചുമ്മാതിരിക്ക്, അവനെ ഒരു പ്രത്യേക ക്യാരക്ടറാ. ഇന്ന് അവൻ അവളെ തലയിലെടുത്ത് ഡാൻസ് ആടും, നാളെ തറയിലിട്ട് എല്ലൊടിക്കും, അതാ അവൻ്റെ സ്വഭാവം. അപ്പം അത് രേവതി അടുക്കളയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം ചന്ദ്ര പറഞ്ഞു കൊടുക്കുകയാണ്, അവൻ്റെ അച്ഛനും അച്ഛമ്മയും പറഞ്ഞാൽ അവൻ അനുസരിക്കും, മറ്റാരെയും അവൻ കേൾക്കില്ല. രേവതിക്ക് പക്ഷേ സച്ചിയെക്കുറിച്ച് കുറ്റം പറയുന്നത് കേട്ടപ്പം വല്ലാത്തൊരു വിഷമം തോന്നുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, പക്ഷേ രണ്ടുപേരുടെയും പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ വളരെ ക്ലോസ് ആണെന്ന് തോന്നും. അവരുടെ ഫസ്റ്റ് നൈറ്റ് ഒന്നും നടന്നില്ലല്ലേ? അപ്പം ചന്ദ്ര താല്പര്യമില്ലാത്ത മട്ട് പറയാണ്, അത് വിടുമോളെ, നമ്മളെന്തിനാ അവരെക്കുറിച്ച് സംസാരിച്ച് സമയം കളയുന്നേ, ഞാൻ അവരെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. അത് കേട്ടപ്പോൾ രേവതിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പം ചന്ദ്ര പുഞ്ചിരിച്ചുകൊണ്ട് ശ്രുതിയോട് പറയാണ്, നീയും ശ്രുതിയും സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടാൽ മതി എനിക്ക്. അപ്പം ശ്രുതി ചോദിക്കുകയാണ്, ക്ഷേത്രത്തിൽ പോണ്ടേ അമ്മേ? പോണം, അമ്മ നാട്ടിൽ പോവാണ്, അവരെ യാത്രയാക്കിയതിന് ശേഷം പോവാം. ഹോ, സമാധാനായി, ഇനി കുറച്ച് ദിവസത്തേക്ക് അവരുടെ കണ്ണുരുട്ടൽ കാണണ്ടല്ലോ. അതൊക്കെ കേൾക്കുന്ന സമയത്ത് രേവതിക്ക് എന്തോ ഒരു വല്ലായികയായി തോന്നുകയാണ്. അച്ചമ്മയും രവിയും കൂടെ പുറത്തേക്ക് ഉമ്മറത്തേക്ക് വരികയാണ് പോവാൻ റെഡിയായിട്ട്. അപ്പോൾ രേവതി സങ്കടത്തോടെ അച്ചമ്മയോട് പറയുന്നുണ്ട്, അച്ചമ്മയെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ അച്ചമ്മേ. അപ്പോൾ അവർ സ്നേഹത്തോടെ പറയാണ്, ജോലിയുണ്ട് മോളെ, പോയേ പറ്റൂ, മണ്ണിൽ നിന്നല്ലേ അച്ചമ്മയുടെ വരുമാനം, എല്ലാം ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം, വന്ന കാര്യം മുഴുവനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു വിഷമമുണ്ട് അച്ചമ്മയ്ക്ക്. അപ്പോൾ രവി പറയുന്നുണ്ട്, താലിമാറ്റൽ ചടങ്ങ് നടന്നല്ലോ അമ്മേ, എങ്കിലും ശാന്തി മുഹൂർത്തം നടന്നില്ലല്ലോ. അച്ചമ്മ സങ്കടത്തോടെ തിരിച്ചു പറയാണ്. അപ്പോഴേക്കും ശ്രുതിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം അച്ചമ്മ രവിയോട് പറയാണ്, അടുത്ത് തന്നെ ഒരു നാൾ കുറിക്കണം രവി, ഇനിയും നമുക്കത് വൈകിപ്പിക്കാൻ പറ്റില്ല. നടത്താം അമ്മേ, അദ്ദേഹം അവരെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പിന്നാലെ തന്നെ സച്ചി വന്നിട്ട് സച്ചി പറയുന്നുണ്ട്, അച്ചമ്മേ ഞാൻ കാറിൽ കൊണ്ടുവിടാം. ഓ, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേടാ, നീ എന്നെ ഇവിടെ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടുവിട്ടാൽ മതി. ഇനിയിപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, തീരുമാനിച്ചാൽ പിന്നെ തീരുമാനിച്ചതാണല്ലോ. അച്ഛാ, ആ ബാഗ് ഇങ്ങോട്ടുതാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ആ ബാഗ് കൊണ്ടുപോയി കാറിൻ്റെ ഡിക്കിയിൽ വെക്കുകയാണ്. അപ്പം വീണ്ടും അവർ രേവതിയെ സമാധാനിപ്പിക്കുകയാണ്, മോളെ ഞാൻ ഇറങ്ങട്ടെ, നീ ധൈര്യമായിട്ടിരിക്കും മോളെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ചമ്മയ്ക്ക് ഫോൺ ചെയ്യണം. രേവതി സങ്കടത്തോടെ തലയാട്ടുകയാണ്. അതിനുശേഷം അച്ചമ്മ ചന്ദ്രയോട് യാത്ര ചോദിക്കുന്നുണ്ട്. ചന്ദ്രയും സന്തോഷത്തോടെ യാത്ര കൊടുക്കുകയാണ്. ഇനി എപ്പോഴാണ് ഇങ്ങോട്ട്, അവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പം അച്ചമ്മ പറയാണ്, രേവതി മോള് വിളിച്ചാൽ അപ്പം ഇങ്ങോട്ട് വരും. ശ്രുതി വരട്ടെ മക്കളെ. അപ്പം ശ്രുതി പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ശ്രദ്ധിച്ചു പോണേ അച്ചമ്മേ. വീണ്ടും രേവതിയോട് യാത്ര ചോദിക്കുകയാണ്. അച്ചമ്മ പോട്ടെ മോളെ. പക്ഷെ രേവതി പൊട്ടി പൊട്ടി കരയാണ്. അത് കണ്ടിട്ട് അച്ചമ്മ പറയുന്നുണ്ട്, എന്താ മോളെ ഇങ്ങനെ, അച്ചമ്മ പറഞ്ഞില്ലേ നീ വിളിച്ചാൽ അടുത്ത ദിവസം തന്നെ അച്ചമ്മ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അതിനുശേഷം അവർ യാത്ര ചോദിച്ചിട്ട് പോവുകയാണ്. അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ക്ഷേത്രത്തിൽ പോകണോ അമ്മേ, നേരം വൈകിയില്ലേ? പോകണം, നടയടച്ചിട്ടില്ല. ചന്ദ്ര തീർപ്പ് കൽപ്പിക്കുകയാണ്. അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നപ്പോൾ രേവതിയോട് പറയുന്നുണ്ട്, നോക്ക്, വേണ്ടാതെ അമ്മയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയാൽ നീ വിവരം അറിയും. ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി വരുമ്പോഴേക്കും ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് ഉണ്ടാക്കി വെച്ചേക്കണം. അതിനുശേഷം ശ്രുതിയോട് ചോദിക്കുകയാണ്, എന്താ കഴിക്കാൻ വേണ്ടതെന്ന്. അവൾ പറയുന്നുണ്ട്, ചിക്കൻ ഫ്രൈഡ് റൈസ് മതിയെന്ന്. അതുണ്ടാക്കി വെക്ക് എന്നും പറഞ്ഞുകൊണ്ട് രേവതിയോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അവരവിടുന്ന് പോവുകയാണ്. എത്രയൊക്കെ ഇല്ലയെന്ന് പറഞ്ഞാലും രേവതിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ടായിരുന്നു തന്നെ അവരിങ്ങനെ അവഗണിക്കുന്നതിൽ. ഭാമ ക്ഷേത്രത്തിൽ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി. കുറേ സമയത്തിന് ശേഷമാണ് ചന്ദ്രയും ശ്രുതിയും വന്നിട്ടുണ്ടായിരുന്നത്. അവരിങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. എത്ര നേരമായി കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്, അതിന് നീ എന്തിനിങ്ങനെ പിണങ്ങുന്നത്, പുതുതായിട്ട് കല്യാണം കഴിഞ്ഞവരല്ലേ, സമയം കുറച്ച് മുന്നോട്ടും പിന്നോട്ടൊക്കെ ആവില്ലേ, ചന്ദ്ര പറയാണ്. അപ്പോൾ ഭാമ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മനസ്സിലായി. അപ്പോൾ ശ്രുതിയും നാണത്തോടെ പരസ്പരം നോക്കുകയാണ്. ഇവർ രണ്ടുപേരും ഉറങ്ങി എണീച്ചോന്ന് ചോദിച്ചതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു അല്ലേ, ഭാമ തമാശയാക്കുകയാണ്. അതിനുശേഷം ശ്രുതിയോട് പറയുന്നുണ്ട്, ശ്രുതി നീ ആഗ്രഹിച്ചതുപോലെ നിനക്കൊരു ജീവിതം കിട്ടി, ഞാൻ ഇടപെട്ടത് കൊണ്ട് നിന്റെ വിവാഹവും നടന്നു, നല്ലൊരു അമ്മയും നല്ലൊരു ഭർത്താവിനെയും കിട്ടി, പുതിയ ജീവിതം തുടങ്ങിയെന്ന് വിശ്വസിക്കുക, എല്ലാവിധ ആശംസകളും. അത് കേട്ട് ശ്രുതി പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, താങ്ക്സ് ആൻറ്റി പറഞ്ഞത് ശരിയാ, എനിക്ക് അമ്മയെ പോലൊരു അമ്മയെ കിട്ടി, അതിന് ഞാൻ ആൻറ്റിയോടാ നന്ദി പറയണ്ടേ. അപ്പം ഭാമ പറയുന്നുണ്ട്, എന്തിനാ മോളെ എന്നോട് നന്ദി പറയുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ നീ എൻ്റെ മോളെ പോലെയാ, നിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ എത്രത്തോളം സന്തോഷിക്കുന്നുണ്ടെന്നറിയോ. അപ്പം ഭാമ ചോദിക്കുന്നുണ്ട്, ചന്ദ്രയെ രവിയേട്ടൻ എന്താ വരാതിരുന്നേ? വരും, രവിയേട്ടൻ്റെ അമ്മയെ ബസ് കയറ്റാൻ പോയിരിക്കുക. അമ്മായിയമ്മ നാട്ടിൽ പോയല്ലേ, അതാ നിനക്കിത്ര സന്തോഷം. അതെ, എന്നെ പിടിച്ചു കെട്ടാൻ കൂടിയായിരുന്നല്ലോ വന്നിരുന്നത്, അനങ്ങിയാ കുറ്റം നിന്നാ കുറ്റം. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അതിനുശേഷം ശ്രുതിയുടെ അരികിലേക്ക് പോയിട്ട് പറയാണ്, അവരെന്നെ വെറും മരുമകളായിട്ട് മാത്രമാണ് കണ്ടത്, പക്ഷെ ഞാനങ്ങനെയല്ല, ഞാൻ നിന്നെ എൻ്റെ മകളായിട്ട് കൂടിയാണ് കാണുന്നത്. ശ്രുതി പുഞ്ചിരിച്ച് നിൽക്കുന്ന കണ്ടപ്പം ഭാമ പിന്നീന്ന് വിചാരിക്കുന്നുണ്ട്, മലേഷ്യയിൽ നിന്ന് സ്വത്ത് വരുമല്ലോ, അതാ ഇത്ര സോപ്പിങ്. അപ്പം ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട്, നല്ലൊരു മരുമകളെ കിട്ടി എനിക്ക്, ഇനി എൻ്റെ മോന് നല്ലൊരു ജോലി കൂടി കിട്ടിയാൽ മതി.
വേറൊന്നും വേണ്ട ഈ ചന്ദ്രമതിക്ക്. അത് കേട്ടപ്പോൾ തന്നെ സുധിയുടെ മുഖത്ത് ദേഷ്യം കയറുകയാണ്. അത് മനസ്സിലായിട്ട് തന്നെ ഭാമ പറയുന്നുണ്ട്. ജോലിയുടെ കാര്യം പറയുമ്പോഴേക്കും സുധിയുടെ മുഖം മാറുന്നത് കണ്ടോ. ശ്രുതി ദേഷ്യത്തോടെ അവരെയും നോക്കുകയാണ്. അപ്പം ഭാമ പറയുന്നുണ്ട്, ശ്രുതി പെട്ടെന്ന് തന്നെ ഇവനൊരു ജോലി കണ്ടെത്തി കൊടുക്കണം കേട്ടോ. അപ്പം ആ ഒരു ദേഷ്യത്തോടെ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇത് പറയാനാണോ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്? എന്നിട്ട് ദേഷ്യത്തോടെ ശ്രുതിയോട് പറയാണ്, ശ്രുതി വാ നമുക്ക് പോയി തൊഴാം. അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, നിക്ക് ഉപദേവതയായ മംഗല്യദേവിയെ തൊഴുതിട്ട് നിങ്ങൾ അകത്തേക്ക് കയറിയാൽ മതി. പുതുതായി കല്യാണം കഴിച്ചവർ ആദ്യം അവിടെ തൊഴണമെന്നാണ് പറയുന്നത്. അതിനുശേഷം ക്ഷേത്രത്തിനകത്തേക്ക് വന്നാൽ മതി. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ചെല്ല്. അങ്ങനെ ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ്. പിന്നാലെ ചന്ദ്രയും പോവാൻ നോക്കിയപ്പോഴേക്കും ഭാമ കളിയാക്കുന്നുണ്ട്, ചന്ദ്രേ നിന്റെ കല്യാണം ഇന്നലെയാണോടി കഴിഞ്ഞത്? അവര് പോയി തൊഴുതിട്ട് വരട്ടെ, അപ്പോഴേക്കും നമുക്ക് വഴിപാടിനുള്ള റെസിപ്റ്റ് എടുക്കാം. അങ്ങനെ ചന്ദ്രയെയും കൂട്ടിക്കൊണ്ട് ഭാമ അങ്ങോട്ടേക്ക് പോവാണ്. ചന്ദ്രയാണെങ്കിൽ ശ്രുതിയും പോയ ഭാഗത്തേക്ക് നോക്കി സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട്. സച്ചി വീട്ടിലേക്ക് വരുന്നത് കണ്ടിട്ട് രേവതിക്ക് അതിശയാവുകയാണ്. എന്താ ഈ നേരത്ത് എന്ന് വിചാരിച്ചിട്ട്. അച്ഛമ്മയെ ബസ് കയറ്റി വിട്ടോ? അവനകത്ത് വന്നപ്പോൾ അവൾ ചോദിക്കുകയാണ്. വിട്ടു. രേവതി നീ എൻ്റെ കൂടെ ഒരിടം വരെ വരണം. പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. എവിടേക്ക്? രേവതി അതിശയത്തോടെ ചോദിക്കുകയാണ്. അതൊക്കെ പറയാം, നീ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. എവിടെയാന്ന് പറ, അതൊക്കെ പറഞ്ഞാലേ നീ വരുള്ളൂ. നീ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. അപ്പോഴേക്കും രേവതി പുഞ്ചിരിച്ചുകൊണ്ട് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി മുകളിലേക്ക് പോവാണ്. കാറിലിരിക്കുമ്പോൾ വീണ്ടും രേവതി ചോദിക്കുകയാണ്, എന്നെയും കൂട്ടി എവിടേക്കാണ് പോകുന്നത്? നിങ്ങൾ എന്താ ഒന്നും മറുപടി പറയാത്തത്? ഒരുപാട് ജോലി വീട്ടിൽ കിടപ്പുണ്ട്. സമയത്തിന് ഭക്ഷണം ആയില്ലെങ്കിൽ അമ്മ എന്നെ വഴക്ക് പറയും. രേവതി നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം സച്ചി പറയുന്നുണ്ട്, നിന്നെ എന്തിനു വഴക്ക് പറയണം? അവർക്ക് ഭക്ഷണം വേണമെങ്കിൽ അവരുണ്ടാക്കി കഴിക്കട്ടെ. പിന്നെ പറഞ്ഞ അപ്പം തന്നെ അമ്മ ഉണ്ടാക്കി കഴിക്കാൻ പോവുമല്ലേ. രേവതി ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ സച്ചി ഒന്നും പറയുന്നില്ല. അപ്പം രേവതി വീണ്ടും ചോദിക്കുന്നുണ്ട്, എവിടെ പോവാന്ന് പറ. ഫിനാൻഷ്യറെ കാണാൻ പോവാ, വണ്ടിയുടെ വാടക കാശ് കൊടുക്കാൻ വേണ്ടി. അതിന് ഞാനെന്തിനാ വരുന്നേ? നിങ്ങൾ കൊണ്ടുപോയി കൊടുത്താൽ പോരെ. അതിന് എൻ്റെ കയ്യിൽ മുഴുവൻ കാശില്ല, അതുകൊണ്ടോ? അപ്പോൾ അവർ വഴക്ക് പറയുമല്ലേ? അത് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ എന്നെയും കൊണ്ടുപോകുന്നത്? അപ്പം സച്ചി പറയുന്നുണ്ട്, ഓഫീസിൽ ചെന്നാ വഴക്ക് പറയും, വണ്ടി പിടിച്ചു വെക്കും, ഓടാനും തരില്ല. എൻ്റെ വണ്ടി കിട്ടുന്നത് വരെ ഇതുകൊണ്ട് ഓടിച്ചേ പറ്റൂ. നമ്മളിപ്പോൾ പോകുന്നത് ഓഫീസിലേക്കല്ല, ക്ഷേത്രത്തിലേക്കാ. അപ്പോൾ അയാളിപ്പോൾ ക്ഷേത്രത്തിലുണ്ടോ? ഉണ്ടാവും. എല്ലാ മാസം 1-ാം തീയതി അയാൾ ക്ഷേത്രത്തിൽ വന്ന് ഉരുളും. ഉരുളാനോ? രേവതി സംശയത്തോട് ചോദിക്കുകയാണ്. ക്ഷേത്രത്തിൽ ചുറ്റും കിടന്ന് ഉരുളാറില്ലേ? ശയനപ്രദക്ഷിണാണോ ഉദ്ദേശിച്ചത്? അത് തന്നെ. എല്ലാ ദിവസവും കാശ് കൊടുക്കാനുള്ളവരുടെ നേർക്ക് കുരച്ചു ചാടുന്ന അയാൾ ഇന്ന് ശാന്തനായിരിക്കും. മുഴുവൻ കാശ് കൊടുത്തില്ലെങ്കിലും വഴക്കൊന്നും പറയില്ല. അതുകൊണ്ട് മുഴുവൻ കാശ് കയ്യിലില്ലാത്ത പലരും 1-ാം തീയതി ക്ഷേത്രത്തിൽ വന്ന് അയാൾക്ക് അവിടെ വെച്ച് കാശ് കൊടുക്കും. അത് കേട്ട് രേവതിക്ക് ചിരി വരികയാണ്. അപ്പോൾ സച്ചി ബാക്കി കൂടി പറയുന്നുണ്ട്, കാശ് വാങ്ങിക്കാനേ ഒരു അസിസ്റ്റൻ്റ് അയാളുടെ കൂടെ കാണും. നീ ചെന്ന് കാശ് അസിസ്റ്റൻറ്റിനെ ഏൽപ്പിച്ചിട്ട് വരണം. അപ്പോൾ രേവതി ഞെട്ടുകയാണ്. ഞാനോ? അത് നിങ്ങൾക്ക് തന്നെ ചെന്ന് കൊടുത്താൽ പോരെ? ഞാൻ കൊടുത്താൽ പ്രശ്നമാവും. അപ്പം രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ പറഞ്ഞത് ഇന്ന് അയാൾ ശാന്തനായിരിക്കും, വഴക്കൊന്നും പറയില്ലാന്ന്? ഇപ്പോഴൊന്നും പറയില്ല, പക്ഷേ ഓഫീസിലെത്തി അയാൾ എന്നെ വിളിച്ച് വഴക്ക് പറയും മുഴുവൻ കാശ് കൊടുക്കാത്തതിന്. അപ്പം എനിക്ക് ദേഷ്യം വരും. പിന്നെ ഞാൻ എന്താ പറയാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഒരിക്കൽ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ കയറിയതേ ഉള്ളൂ, ഇനി പിന്നെയും പെട്ടെന്ന് തന്നെ കയറണോ? അപ്പം രേവതി ചോദിക്കുകയാണ്, ഞാൻ കാശ് കൊടുത്താലും അയാൾ നിങ്ങളെ വിളിച്ച് വഴക്ക് പറയില്ലേ? ഞാനിവിടെ ഇല്ലെന്ന് പറയണം. മൈസൂർ ട്രിപ്പ് പോയിരിക്കുക, കുറച്ച് നാൾ കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറയണം. പിന്നെ അയാൾ വിളിക്കില്ല. രേവതിക്ക് ശരിക്കും ടെൻഷൻ ആവുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും സച്ചി ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തിയിട്ട് രേവതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഉരുളുന്നിടത്ത് അയാളെ അടുത്ത് പോയിട്ട് പറയാ, ഞാൻ സച്ചിയുടെ ഭാര്യയാണ്. അത് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. സച്ചിയുടെ നാവ് കൊണ്ട് അവൻ അത്രയും അഭിമാനത്തോടെ താൻ അവൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞപ്പോൾ രേവതി പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സച്ചി വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെ തന്നെ പറയണം, ഞാൻ സച്ചിയുടെ ഭാര്യയാണ്. കാശ് തരാനായിട്ട് വന്നതാ. അദ്ദേഹം ഇവിടെ ഇല്ല, മൈസൂർക്ക് ട്രിപ്പ് പോയിരിക്കുക. അദ്ദേഹം തിരികെ വരുമ്പോൾ ബാക്കി കാശ് തരൂന്ന് പറയുക. അസിസ്റ്റൻറ്റിനെ കാശ് ഏൽപ്പിച്ചിട്ട് തിരികെ പോരുക. അപ്പം രേവതി ചോദിക്കുന്നുണ്ട്, ഞാൻ കള്ളം പറയണല്ലേ? മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത ഒരു കള്ളം പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, സച്ചി പറഞ്ഞു കൊടുക്കുകയാണ്. അതല്ല, കള്ളം പറയുമ്പോൾ ഞാനൊന്ന് പതറും, വിറക്കും, അതുകൊണ്ടാ. കൺട്രോൾ ചെയ്താൽ മതി. ചെന്ന് ഞാൻ പറഞ്ഞതുപോലെ പറയുക, കാശ് കൊടുക്കുക, തിരിഞ്ഞു നോക്കാതെ വരിക. ഞാനിവിടെ ഉണ്ടാവും. ശരി, അങ്ങനെ ചെയ്യാം, രേവതി അവസാനം പറയുകയാണ്. അപ്പോൾ സച്ചിക്ക് സന്തോഷമായി. കാറ് കൊണ്ടുപോയി നേരെ ക്ഷേത്രത്തിന് മുന്നിൽ നിർത്തുകയാണ്. അപ്പോഴേക്കും ചന്ദ്രയും ഭാമയും കൂടെ വഴിപാട് രസീതും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ശ്രുതിയെ നോക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും കൈയും പിടിച്ച് നടക്കുമായിരിക്കും. നമ്മൾ ശല്യം ചെയ്യണ്ട, അവർ നടന്നോട്ടെ എന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ ചന്ദ്രയും പുഞ്ചിരിച്ചിട്ട് സമ്മതിക്കുകയാണ്. അപ്പം ഭാമ പറയുന്നുണ്ട്, നമുക്ക് പ്രദക്ഷിണം വെക്കാം. അവരതിന് പോയപ്പോഴേക്കും സച്ചിയും രേവതി അമ്പലത്തിനകത്തെത്തുന്നുണ്ട്. അപ്പോൾ സച്ചി രേവതിയോട് പറയാണ്, രേവതി ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? എന്നിട്ട് കാശ് അവൾക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. അയാളെ നിനക്ക് അറിയില്ലല്ലോ അല്ലേ? തടിച്ച് കൊഴുത്തൊരാളാണ് അദ്ദേഹം. ഒരു കൊള്ളപ്പലിശക്കാരനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. കൂടെ ഒരു അസിസ്റ്റൻറ്റും കാണും. പിന്നെ ആള് മാറിപ്പോവരുത്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? കയ്യിൽ ആകെയുള്ള കാശായത്. നീ വേറെ ഫിനാൻസറെ കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിപ്പിക്കല്ലേ.
അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് ദൂരെ മാറി നിന്ന് അദ്ദേഹത്തെ നിനക്ക് കാണിച്ചു തരാം. അപ്പോൾ രേവതി കുറുമ്പോടെ പറയാണ്, എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെന്ന് കാശ് കൊണ്ടു കൊടുക്ക് ഇന്നാ. അയ്യോ നീ മിടുക്കിയല്ലേ, നിനക്ക് ആളങ്ങനെ മാറത്തൊന്നുമില്ല, എന്നാലും ഞാൻ ആളെ കാണിച്ചു തരാം. രേവതി അംഗീകരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ പോയിട്ട് അയാളെ തപ്പുന്നുണ്ട്. അപ്പോൾ രേവതി സംശയത്തോട് ചോദിക്കുകയാണ്, ഇന്നെന്തെങ്കിലും വിശേഷ ദിവസമാണോ? നിറയെ ആൾക്കാരെ കാണുന്നുണ്ടല്ലോ. ഇവരൊന്നും തൊഴാൻ വന്നവരല്ല, നമ്മളെപ്പോലെ അയാൾക്ക് കാശ് കൊടുക്കാൻ വന്നവരാ. അപ്പോൾ രേവതി ചുറ്റിലും നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇന്ന് അയാൾ വന്നില്ലേ? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഏയ് വരാതിരിക്കില്ല, വന്നു കാണും. എങ്കിൽ പിന്നെ ഇവിടെ കാണണ്ടേ? ക്ഷേത്രപ്രദർശനം നടത്തുന്നത് ഇവിടെയല്ലേ? രേവതി ചോദിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന് ചുറ്റും ഉരുളണ്ടേ? ആ സൈഡിൽ എവിടെയെങ്കിലും കാണും, നീ വാ. ഏയ് ഞാനൊന്ന് തൊഴുതിട്ട് വന്നോട്ടെ. എൻ്റെ രേവതി, ആദ്യം ഇതൊന്ന് കഴിഞ്ഞോട്ടെ, നീ ഒന്ന് വാ. സച്ചി അവളെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ്. അതേസമയം ആ ഫിനാൻഷ്യറുടെ അടുത്ത് ഓരോരുത്തരും പൈസ കൊടുത്തിട്ട് അയാളുടെ കാല് തൊട്ട് തൊഴുതിട്ടാണ് പോകുന്നത്. അപ്പോൾ അയാൾ സമാധാനത്തോടെ എല്ലാവരോടും കൊടുത്തിട്ട് പോകുന്നൊക്കെ സമാധാനത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രയും ബാമ ഇത് കാണുന്ന സമയത്ത് ബാമ പറയുന്നുണ്ട്, ഏതോ വലിയ മഹാജ്ഞാനിയായ വ്യക്തിയാണെന്ന് തോന്നുന്നത്, അല്ലാണ്ട് ഇത്രയും വലിയ ക്ഷേത്രത്തിൽ അയാളുടെ കാലെല്ലാവരും തൊട്ട് തൊഴിലല്ലോ, വാ നമുക്കും പോവാന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഏയ് അത് വേണോ? അതൊക്കെ വേണം, നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ കൂട്ടിക്കൊണ്ട് ബാമ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.